ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ആഗസ്റ്റ് 30. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം സ്നേഹ കണ്ണാടി എന്നുള്ളതാണ്. ആധാരവാക്യമായി വായിക്കുന്നത് റോമാലേഖനം 3-ാം അധ്യായം 20-ാം വാക്യമാണ്. അത് ഇപ്രകാരം നാം വായിക്കുന്നു: അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനമത്രേ വരുന്നത്. ഇവിടെ വളരെ മനോഹരമായ ഒരു വേദവാക്യമാണ് കൊടുത്തിരിക്കുന്നത്. ഈ വേദവാക്യം നമ്മളോട് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ലെന്ന് ആണ്. പ്രിയ മക്കളെ, ഇതിന്റെ അർത്ഥം നമ്മൾ നോക്കുമ്പോൾ ഈ വേദവാക്യം വെച്ച് ഈ നീതീകരിക്കപ്പെടുകയില്ലെന്നുള്ള ഒറ്റ പ്രസ്താവന വായിക്കുമ്പോൾ, അതുകൊണ്ട് ഇനി ന്യായപ്രമാണം വേണ്ട എന്ന് പറയുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ വചനത്തിന്റെ അർത്ഥം നമ്മൾ നോക്കുമ്പോൾ ന്യായപ്രമാണം നമുക്ക് തന്നിരിക്കുന്നത് നീതീകരിക്കപ്പെടാനല്ല എന്ന് തന്നെയാണ്. പ്രിയ മക്കളെ, ദൈവത്തിന്റെ ന്യായപ്രമാണം നമുക്ക് തന്നിരിക്കുന്നത് നമ്മളെ നീതീകരിക്കാനേ അല്ല. സത്യമാണ് ഈ വാക്യം. അതുകൊണ്ട് ന്യായപ്രമാണം വേണ്ട എന്നല്ല, അത് പകുതിയായുള്ളൂ. ഇനി ബാക്കി ഭാഗം വായിക്കുമ്പോൾ അത് എന്തിനാണെന്ന് മനസ്സിലാവും. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. അപ്പോൾ സ്വർഗത്തിലെ ദൈവം ന്യായപ്രമാണം ആകുന്ന, അതായത് 10 കൽപ്പനകളാകുന്ന ന്യായപ്രമാണം നമുക്ക് തന്നത് നമ്മളെ നീതീകരിക്കാനേ അല്ല, പിന്നെയോ നമുക്ക് പാപത്തിന്റെ പരിജ്ഞാനം തരാനാണ്. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് പാപത്തിന്റെ പരിജ്ഞാനമാണ് ലഭിക്കുന്നത് കാണാൻ കഴിയും. ഒരു കണ്ണാടിയിൽ നമ്മൾ നോക്കുമ്പോൾ ആ കണ്ണാടിയിൽ നമ്മുടെ മുഖം കാണാം. മുഖത്ത് എന്തെങ്കിലും അഴുക്ക് ഉണ്ടെങ്കിൽ അതിനെ അത് വെളിപ്പെടുത്തി തരും. പ്രിയ മക്കളെ, ഇതുപോലെയാണ് ദൈവത്തിന്റെ ന്യായപ്രമാണം പ്രവർത്തിക്കുന്നത്. നാം ന്യായപ്രമാണത്തിലേക്ക് നോക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്വഭാവത്തിന് അനുരൂപം ആകാത്ത എന്തെല്ലാം കാര്യങ്ങൾ നമ്മിലുണ്ടെന്ന് മനസ്സിലാകും. അതുകൊണ്ടൊരു കണ്ണാടിയിൽ നോക്കുന്നത് പോലെയാണ് ന്യായപ്രമാണത്തിൽ നോക്കുന്നത്. ന്യായപ്രമാണം പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ് തരുന്നത്. അതിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കുറവുകള്, കുറ്റങ്ങള് ഒക്കെയും നമുക്ക് വെളിപ്പെടും. പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം സ്വർഗത്തിലെ ദൈവം നമുക്ക് തരാനാണ് ഈ ന്യായപ്രമാണം നമുക്ക് തന്നിരിക്കുന്നത്. അല്ലാതെ നമ്മെ നീതീകരിക്കാനല്ല. നമ്മളെ നീതീകരിക്കുന്നവൻ ദൈവമാണ്. നമ്മെ നീതീകരിക്കുന്നതിന് നമുക്കായി നൽകപ്പെട്ടത് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിനെയാണ്. കർത്താവായ യേശുക്രിസ്തു സ്വർഗ ഉന്നതികളിൽ നിന്ന് നമുക്കായി ഇറങ്ങി വന്നത് ന്യായപ്രമാണ സമ്മതമായി കുറവുള്ളവരെ, അവരെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുക മാത്രമല്ല, അവരെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ കർത്താവ് വന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്ന് വ്യക്തമായി ദൈവത്തിന്റെ വചനം പറയുന്നു. ദൈവത്തിന്റെ ന്യായപ്രമാണം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കാതെ ജീവിക്കുമ്പോൾ, ഉദാഹരണത്തിന് ഒരു കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ഒരു പെൺകുട്ടിയെ പരീശന്മാരും ശാസ്ത്രിമാരൊക്കെ ഓടിച്ചുകൊണ്ടുവന്നു. ഇവളെ വ്യഭിചാര കുറ്റത്തിൽ പിടിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. എന്നാൽ കർത്താവ് അനങ്ങാതെ മിണ്ടാതെ അവിടെ ഇരുന്നു. അതിനുശേഷം അവിടെ കല്ലെറിഞ്ഞു കൊണ്ടുവരണമെന്നുള്ള അവരുടെ ആഗ്രഹവും ആവേശവും കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങളിൽ പാപമില്ലാത്ത ആള് ആദ്യമായി കല്ലെറിയട്ടെ. അത് കേട്ടപ്പോൾ എല്ലാവരും തളർന്നുപോയി. കാരണം അവരെല്ലാം പാപികളാണെന്ന് ആ ഒറ്റ വാക്കിൽ അവർക്ക് ബോധ്യമായി. അവരെല്ലാം കല്ല് എറിഞ്ഞു കളഞ്ഞിച്ച് ആ പെൺകുട്ടിയും കർത്താവ് മാത്രം അവശേഷിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അവസാനം കർത്താവ് പറയുകയാണ്, നിനക്ക് പാപം ചെയ്യാമെന്നല്ല പറഞ്ഞത്. കർത്താവ് പറയാം, മകളെ, ഇനി പാപം ചെയ്യരുത്. ഞാൻ നിന്നെ കുറ്റം വിധിക്കുന്നില്ല, നീ ഇനി പാപം ചെയ്യരുത്. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പാപം ചെയ്യാതിരിക്കാനാണ് പഠിപ്പിച്ചതെന്ന് നമുക്കറിയാം.
അല്ല, ന്യായപ്രമാണം മാറിപ്പോയി, ഇനി നിനക്ക് ഇഷ്ടം പോലെ ജീവിക്കാമെന്നല്ല പഠിപ്പിച്ചത്. ഇവിടെ തിരുവചനം നമ്മളോട് പറയുന്നത് ഒരിക്കല് ഇവിടെ ഒരു ചെറിയൊരു സർവേ നടന്നതിനെ കുറിച്ച് പറയുന്നു. ആ സർവേ എന്തിനെ കുറിച്ചാണെന്ന് അറിയുമോ? ദൈവത്തിന്റെ മുഖം എങ്ങനെ ഉള്ളതാണെന്ന് ഉള്ളതിന് 2 തരത്തിലുള്ള പ്രതിച്ഛായയുള്ള 2 പിക്ചറുകൾ കൊടുത്തു. അതില് ജനങ്ങളൊക്കെ അവസാനം തെരഞ്ഞെടുത്തു മുഷിഞ്ഞ പ്രതിരൂപത്തെക്കാൾ ദയുള്ള ചിത്രത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവം ദയുള്ളവനാണ് എന്ന് പ്രകടിപ്പിക്കുവാൻ അവരെല്ലാവരും ദയയുടെ ഒരു ചിത്രമാണ് ദൈവത്തിന്റെ മുഖത്തെ പ്രതിനിധീകരിച്ച് തെരഞ്ഞെടുത്തതെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പ്രിയ മക്കളെ, യാക്കോബിന്റെ പുസ്തകത്തില് ഒരു വാക്യം ഇപ്രകാരം കാണുന്നു. യാക്കോബ് 1-ാം അധ്യായം 23-24 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു മറന്നു കളയുന്നു, അല്ലെങ്കിൽ മറന്നു പോകുന്നു എന്ന് എഴുതിയിരിക്കുന്നു. പ്രിയ മക്കളെ, ഇതിന്റെ അർത്ഥം എന്താണ്? ഒരുത്തൻ വചനം കേൾക്കുന്നു. ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ നമ്മുടെ കുറ്റങ്ങളെയും കുറവുകളെയും ബലഹീനതകളെയും പാപങ്ങളെയും നമുക്ക് വ്യക്തമാകും. ഈ വചനം കേട്ടേച്ച് ചില ആളുകളെ നേരെ അങ്ങ് വീട്ടിലോട്ടങ്ങ് പോവുക. അവിടുന്ന് പോയി കഴിയുമ്പോൾ അതങ്ങ് മറന്നു കളയുക, ഈ വചനം അങ്ങ് മറന്നു കളയുക. ചില ആളുകൾ ഈ നമുക്ക് കണ്ണാടിയിൽ നോക്കിയതിന് ശേഷം നമ്മുടെ മുഖം എങ്ങനെ ആയിരുന്നെന്ന് മറന്നു പോകുന്നത് പോലെ തിരുവചനം കേട്ടിട്ട് നാം എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ള ബോധം വന്നെങ്കിലും അത് മറന്നു കളഞ്ഞിട്ട് അതിനെ മറക്കുന്ന ഒരവസ്ഥയിലേക്ക്, വചനത്തെ മറക്കുന്ന ഒരവസ്ഥയിലേക്ക് ആളുകൾ പോകുന്നതായി കാണാൻ കഴിയും. ദൈവത്തിന്റെ വിശുദ്ധ വചനങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിനും രൂപാന്തരം വരുത്തുവാനും മാറ്റങ്ങൾ വരുത്തുവാനും ഉള്ളതാണ്. അത് കേട്ടിട്ട് കളയണമെന്ന വിനയോ നമ്മുടെ ജീവിതത്തെ തിരുത്തുന്നതിനാണ്. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെ സൗകര്യപൂർവം മറക്കുന്നവരായി തീരരുത് എന്ന് നമുക്ക് കാണാം. ദൈവത്തിന്റെ നിയമം അറിയാത്ത അനേകരുണ്ട്. എങ്കിലും അവർക്കും ചില പാപങ്ങളൊക്കെ അവർക്ക് ദൈവത്തിന്റെ വചനം അറിയത്തില്ലെങ്കിലും അത് പാപമാണെന്ന് അവരുടെ ഉള്ളിൽ പറയാറുണ്ട്. എങ്കിലും പ്രിയ മക്കളെ, ന്യായപ്രമാണമല്ല പാപം. ഒരിക്കൽ ഇവിടെ തിരുവചനം പറയുന്ന റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആകെ നാം എന്ത് പറയണ്ടു? ന്യായപ്രമാണം പാപമെന്നോ? ഒരു നാളും അരുത്. എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞിട്ടില്ല. മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയയില്ലായിരുന്നു. അതുപോലെ ശബത്നാളിനെ ശുദ്ധീകരിപ്പൻ ഓർക്ക എന്നുള്ള കൽപ്പന നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നമുക്കത് മനസ്സിലാകുകയില്ല. കൊല ചെയ്യരുതെന്നുള്ള കൽപ്പന അവിടെ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ കേട്ടതിന് ശേഷം കൊല ചെയ്യുന്നെങ്കിൽ അത് ന്യായപ്രമാണം ലംഘിക്കുന്നവനായി തീർന്നു. ഞാനല്ല അന്യദൈവം ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ ഉണ്ടാകരുത്. അങ്ങനെ ദൈവത്തിന്റെ കൽപ്പനകളെല്ലാം 10 കൽപ്പനയും തുല്യ പ്രാധാന്യമുള്ളതും അതിൽ ഒന്ന് ലംഘിച്ചാൽ നമ്മൾ ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ ലംഘിക്കുന്നവരായി തീരുന്നു. അതുകൊണ്ട് പ്രിയ മക്കളെ, ഈ കണ്ണാടിയിൽ, ദൈവത്തിന്റെ ന്യായപ്രമാണമാകുന്ന കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കുറവുകളും കുറ്റങ്ങളും പാപങ്ങളും തിരിച്ചറിഞ്ഞ് അതിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയേണ്ട ആവശ്യമാണ് നമുക്കുള്ളത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം. ദൈവത്തിന്റെ നിയമങ്ങൾക്ക് അനുസൃതമായി അതിനെ ക്രമീകരിച്ചുകൊണ്ട് ദൈവത്തോട് പറയാം: എന്റെ ദൈവമേ, ഇന്ന് അങ്ങ് എന്നിൽ പ്രവർത്തിക്കണമേ. അങ്ങയുടെ ആത്മാവെനിക്ക് പാപത്തെക്കുറിച്ച് ബോധം തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. കരുണാസമ്പൂർണമായ അടിയങ്ങളെ വാഴ്ത്തപ്പെട്ട ദൈവമേ, അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ട സന്നിധിയിൽ അടിയങ്ങൾക്ക് ഈ പ്രഭാതത്തിലായിരിക്കാൻ കൃപ ചെയ്തുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. അങ്ങ് അടിയങ്ങളുടെ പാപങ്ങളെ കാണുന്നതിന് നൽകിയ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കണ്ണാടിയായ ദൈവകൽപ്പനകൾ അടിയങ്ങൾക്ക് ലഭിച്ചുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. ഈ കണ്ണാടിയിൽ അടിയങ്ങൾ ഓരോ ദിവസവും നോക്കുന്നതിനും ഏതിലാണ് അടിയങ്ങൾ കുറവുള്ളവരെന്ന് മനസ്സിലാക്കുന്നതിനും അടിയങ്ങളെ കുറവുകളെ അടിയങ്ങളെ കർത്താവെ പൂർണ്ണമായും അടിയങ്ങൾ വിട്ടുകളഞ്ഞ്
വിശുദ്ധിയുള്ള ജീവൻ നയിപ്പാൻ അടികളെ പ്രാപ്തരാക്കണമേ. ഇന്ന് തിരുവചനം കേട്ട കർത്താവിന്റെ മക്കൾ എല്ലാവരും ഈ കണ്ണാടിയിൽ നോക്കി കുറ്റങ്ങളെയും കുറവുകളെയും ബലഹീനതകളെയും മനസ്സിലാക്കി അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാനും കർത്താവിനോട് പാപം ചെയ്യില്ലെന്ന് ഉറപ്പിൽ കർത്താവിന്റെ ശക്തിയിൽ ആശ്രയിപ്പാൻ കർത്താവ് കൃപ ചെയ്യണം, അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഏവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുഭദിനം നേർന്നുകൊള്ളുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.